അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം എന്താ? പ്രധാനപ്പെട്ട പാഠം, നമ്മുടെ നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ മഹാനായി അംഗീകരിച്ചത് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ്. ഏത്? റജബ്. അതുകൊണ്ട് റജബിനെ അയാദുൽ അംബിയ എന്ന് പറയും. റജബ് മൊത്തം പെരുന്നാളാണ്. ആർക്ക്? എല്ലാ നബിമാർക്കും. എന്തുകൊണ്ട്? ഈ മഹാൻ ഭൂമിയിൽ വെളിവാകൽ റജബിലാണ് എന്ന് അറിയാത്ത ഒരു നബിയുമില്ല. അല്ലാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ്. അല്ലാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ്. ഞങ്ങൾക്ക് പറയേണ്ട വയല് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നു. ഇതാണ് പറയേണ്ട വയല്. അള്ളാന്റെ രഹസ്യമാണ്. അതെങ്ങനെ എനിക്കറിയില്ല. എൻ്റെ ആയുസ്സിൽ ഞാൻ പഠിച്ച പഠനത്തിൻ്റെ അവസാന പഠനമായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ രഹസ്യമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ നമുക്ക് മനസ്സിലാവില്ല? അള്ളാഹുവിൻ്റെ രഹസ്യം ഒന്നുമല്ല, അത് മുഹമ്മദ് മുസ്തഫയാണ്. അതിൻ്റെ താഴെ ഉള്ളൂ. കഅബയെപ്പോലും ഖിബില മാറ്റിയപ്പോൾ എന്തേ അള്ളാഹ് പറഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഖിബില മാറ്റി കഅബയിലേക്കാക്കിയപ്പോൾ ചില ആളുകൾക്ക് വിമിഷ്ടമുണ്ടാക്കി. എന്തേ? ചിലപ്പോൾ ഇങ്ങോട്ട് കഅബയിലേക്ക്, കുറച്ച് കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കഅബയിലേക്ക്. ആദ്യം ഖിബില കഅബ, പിന്നെ ഖിബില ബൈത്തുൽ മുഖദ്ദസ്, പിന്നെ ഖിബില കഅബ. ആദ്യം ഇങ്ങോട്ട്, പിന്നെ അങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു വിമിഷ്ടമുണ്ടായി. ഒരു നിലപാടില്ല പടച്ചോന്. പടച്ചോനാകുമ്പോൾ പടച്ചോനൊരു സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ. ചില ആളുകൾ എന്തായി, ഈ രണ്ട് പടച്ചോൻ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പടച്ചോൻ. കുറച്ചു കാലം ഖിബില കഅബ, പിന്നെ 16 മാസം ഞാൻ അവിടെ അവിടെക്കോ ഇല്ല, പിന്നെ പറയും പിന്നെ പിൻവലിച്ചു. മനസ്സിലായില്ലേ? അലയൻസ് ഒക്കെ പിൻവലിച്ച് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ. അപ്പൊ കുറെ ആളുകൾ പറഞ്ഞു ഇതൊരു നിലപാടില്ലാത്ത പഠിച്ചോനാ. ഉടനെ ആയിത്തിറങ്ങി. എന്ത്? എനിക്കതിലൊന്നും അല്ല എൻ്റെ നിലപാട്. എൻ്റെ നിലപാട് രഹസ്യത്തിലാ. അത് മുഹമ്മദാ. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. ഇടയ്ക്കിടെ ഖിബില മാറ്റിയത് ഈ മനുഷ്യൻ തിരിയുന്നതിനനുസരിച്ച് ആരൊക്കെ തിരിയുമെന്ന് ബോധ്യപ്പെടാനാണ്. എന്റെ രഹസ്യം ഈ മനുഷ്യനാണ്, അല്ലാതെ കഅബയും ബൈത്തുൽ മുഖദ്ദസും അല്ല. ഇത് മനസ്സിലാകാൻ കോമൺ സെൻസ് മതിയാവും. ഈ മനുഷ്യനെ മാറ്റൂല. അല്ലാഹുവിന്റെ ഖിബില മുഹമ്മദാണ്, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ രഹസ്യം മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, ഇത് മിഅ്റാജാണ്, ഇത് റജബാണ്. എന്താ റജബ്? റജബ് എന്നാൽ മുഹമ്മദാണ്. ആ മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ വരുന്നത് റജബിനാണ്. എവിടെ എത്തി? ഉമ്മാന്റെ ഗർഭപത്രത്തിൽ. അത് റജബാണ്. ളുഹൂറു മുഹമ്മദ്. ളുഹൂറു മുഹമ്മദ്. അതന്നെ, അതാണ് അല്ലാഹുവിന്റെ രഹസ്യം. ജനങ്ങളെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ തലയേക്കേറ്റിയാൽ മനസ്സിലാവും. ഇത് ലോകം കണ്ട എല്ലാ മശായിഖന്മാരും പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇത് വളരെ അടിസ്ഥാനമാണ്. ഇത് മനസ്സിലാകാതെ ആരാധനയുടെ പണിയെടുത്തിട്ട് കാര്യം ഇല്ല. അല്ലാഹുവിന്റെ രഹസ്യം മുഹമ്മദ് മുസ്തഫയാണ്. നിങ്ങൾ പറയീ അതേത് കിതാബിലാണെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കിതാബ് എൻ്റെ കാറിലുണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സയ്യിദ്നാ ജിബ്രീൽ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് തോന്നി എന്ത് ജിബ്രീൽ അങ്ങനെ പറഞ്ഞതൊന്നും ഉണ്ടാവൂല മൗലിയരെ, വേണ്ടടോ. ഇവിടുന്ന് പിരിഞ്ഞോടി കിതാബ് കാണിച്ചാൽ കിതാബ് എൻ്റെ ബാഗിൽ ഇവിടെ ഉണ്ട്. സയ്യിദ്നാ ജിബ്രീൽ. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് കൊടുത്ത തഫ്സീറിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജിബ്രീലിന്റെ വാക്ക്. ഏതെങ്കിലും ഈ കിതാബിന്റെ വാക്കിൽ എഴുതിയാണല്ല. ലോകം കണ്ട ആരിഫീങ്ങളിൽ മഹാനായ, മുഫസ്സിരീങ്ങളിൽ മഹാനായ, സിദ്ദീഖീങ്ങളിൽ മഹാനായ ശൈഖുൽ അക്ബർ എന്ന ഔലിയാക്കളെയും ഉലമാക്കളെയും പേരെടുത്ത മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എൻ്റെ വണ്ടിയിലുണ്ട്. ഈ വാക്ക് അവർ ഉദ്ധരിക്കുന്നുണ്ട് ജിബ്രീലിൽ നിന്ന്. സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, എന്ത്? യാ റസൂലല്ലാഹ് അന അൻതദിറു ഹാദിഹിൽ ലൈല മുൻദു ഖലഖനി. എന്നെ പടച്ചത് മുതൽ ഞാൻ ഈ രാത്രി കാത്തിരിക്കുകയാണ്. ഏത് രാത്രി? മിഅ്റാജിന്റെ രാത്രി. മിഅ്റാജ് ആരാ? മിൻ ഖുസൂസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്,
ഏത് വാപ്പാക്ക ഉണ്ടായത്? 2 റബീഹാണ് ലോകത്തുള്ളത്. രണ്ടാമത്തെ റബീഹാണ് സയ്യിദുനാ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ള ഒരു സാധാരണ ആളാണെന്ന് വിചാരിക്കണ്ട. എന്റെ ആ ബീജം വഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ആളാണ് ആര്? മഹാനായ അബ്ദുള്ള എന്നവര് റളിയല്ലാഹു അൻഹു. ആ മുതുകിലാണ് നടത്തിയത്. സാജിദീങ്ങൾ വഴിയാണ് അമ്പിയാക്കളിലൂടെ അങ്ങേ ഭൂമിയിൽ കൈമാറ്റം നടത്തിക്കൊണ്ടേ പോയത്. ഖുർആൻ മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്കണം. അബ്ദുള്ള എന്നവരാരാ? ലോകത്ത് അറക്കാൻ വിധിക്കപ്പെട്ട 2 ആളാണുള്ളത്. ഒന്ന് ഇസ്മായിൽ. ആരാ ഇസ്മായിൽ? ജത്ത് മുഹമ്മദ്. ഒന്ന് അബ്ദുള്ള വാലിദ് മുഹമ്മദ്. അറക്കാൻ നിശ്ചയിക്കപ്പെട്ട 2 ആളാണ് ലോകത്തുള്ളത്. മനസ്സിലായില്ലേ പറഞ്ഞത്? 2 റബീഹ് എന്നാണ് പേര്. റബീഹുൽ അവ്വൽ ഇസ്മായിൽ, റബീഹുൽ സാനി അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹാരിസ് എന്നൊരു മകൻ മാത്രമേ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് സംസം കിണർ കുഴിക്കേണ്ട ആവശ്യം സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ ബൈനന്നൗമി വൽ യഖ്ള ആ നിലക്ക് കിടക്കുകയായിരുന്നു ഹത്തീബിൽ ആര്? അബ്ദുൽ മുത്തലിബ് എന്നവര് 3 ദിവസം സ്വപ്നം കണ്ടു. എന്റെ സംസം കിണർ കുഴിക്കണം. അപ്പോൾ അബ്ദുൽ മുത്തലിബിനും അറിയൂല എവിടെയാ സംസം കിണർ. എന്തുകൊണ്ട്? ഇവരുടെയും ഇസ്മായിൽ നബിയുടെയും ഇടയിൽ ഏകദേശം 2500 കൊല്ലത്തിന്റെ അകലമുണ്ട്. അതിനിടയിൽ മക്കായിൽ അക്രമവും അരാജകത്വവും അധികരിച്ചപ്പോൾ സംസം വെള്ളം ഒറ്റിപ്പോയി. 1000കണക്കായ കൊല്ലം. മനസ്സിലായില്ല? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും ഇടയിൽ ഏകദേശം എത്ര ഉണ്ട്? 2000ഓളം കൊല്ലുണ്ട്. ചിന്തിക്ക്. BC 1822 ഇബ്രാഹിമി വഫാത്ത് അലൈഹിസ്സലാം. BC 1822. BC 1822. AD 571 മുത്തുനബിന്റെ ജനനം. അപ്പൊ ഇവിടെ 571, അവിടെയോ? അപ്പൊ ഏകദേശം 2500 കൊല്ലത്തിന്റെ അടുത്ത് അകലമുണ്ട് ആരും തമ്മിൽ. ഇബ്രാഹിം ഇസ്മായിൽ കാലഘട്ടവും മുത്തുനബിയുടെ കാലഘട്ടവും തമ്മിൽ. അതിനിടയിൽ എന്തുണ്ടായി? അക്രമം അധികരിച്ചു മക്കായിൽ. എന്തുകൊണ്ട്? പ്രബോധകരില്ല. നന്നാക്കാൻ തീരുമാനിച്ച നാട്ടിൽ പിന്നെ നന്നാക്കാൻ ആളെ കൊടുക്കൂലല്ലോ. ലിതുൻദിറ ഖൗമൻ ഒന്ന് ഓതി മനുഷ്യന്മാരെ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. പ്രബോധകരെ കിട്ടാത്ത നാടാണ് മക്ക. ഫഹും ഗാഫിലൂൻ. അവരങ്ങനെ അശ്രദ്ധരായി കഴിഞ്ഞുകൂടുകയാണ്. ആര്? മക്കക്കാര്. അതിനിടയിൽ അരാജകത്വം അധികരിച്ചു. അരാജകത്വം അധികരിച്ചപ്പോൾ എന്തുണ്ടായി? സ്വാഭാവികമായും സംസം കിണർ വറ്റി എന്ന് പറഞ്ഞാൽ 1000കണക്കായ കൊല്ലങ്ങൾ വറ്റിക്കിടന്നപ്പോൾ എന്തുണ്ടായി? കിണറിന്റെ അടയാളം വരെ ഫസാനത്തിൽ വാദി മലഞ്ചെരിവൊക്കെ അയാളെ ഒലിച്ച് വന്ന് കിടങ്ങൊക്കെ തൂർന്ന് പറ്റ അടയാളവും തൂർന്നുപോയി. സത്യത്തിൽ ആറഫുൽ അൻസാബി വൽ ഖബായിലി ജോഗ്രഫിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും അക്കാലത്തെ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? അബ്ദുൽ മുത്തലിബ്. ഹിസ്റ്റോറിക്കലായിട്ടും ജോഗ്രഫിക്കലായിട്ടും ഏറ്റവും വലിയ വിവരസ്ഥനായിരുന്നു ആര്? അബ്ദുൽ മുത്തലിബ്. വലിയ മുതലാളിയൊന്നും അല്ല, പക്ഷെ അദ്ദേഹം ഒരു വെയിറ്റുള്ള ആളാണ്. എന്ത് കാര്യത്തിന് തീരുമാനം പറയാൻ കഴിയും. പിന്നെ ഒരു വിഷയത്തിന് ആവശ്യമായ പൊതുവിവരം എമ്പാടുക, ചരിത്രം എമ്പാടുക. അറബി കബീലകളെ പറ്റി ഭയങ്കര വിവര. ആർക്ക്? അബ്ദുൽ മുത്തലിബ്. ഭയങ്കര വിവരസ്ഥനാ. മുതലാളിയല്ല, സാധുവാ. ഒരു ഒപ്പിച്ചുകൊണ്ടതാണ്. അബ്ദുൽ മുത്തലിബ് നാം മക്കാരനും അല്ല. അബ്ദുൽ മുത്തലിബ് മക്കാരനല്ല. അബ്ദുൽ മുത്തലിബിന്റെ ബാപ്പ ഹാഷിം ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ മദീന ഭാഗത്തൊരു പെണ്ണ് കണ്ടപ്പോൾ ആ പെണ്ണിൽ ആകൃഷ്ടനായി കെട്ടി. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. മനസ്സിലാവുണ്ട്? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാ? മനസ്സിലായോ? നിങ്ങൾക്ക് നേരം വൈകുമോ? നിങ്ങൾക്ക് കേൾക്കാൻ പോതി ഉണ്ടാ? മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെ ഇതൊക്കെ വലിയ പാഠങ്ങൾ ഉണ്ടല്ലേ ഇതൊക്കെ. അങ്ങനെ സെൽമ എന്ന പേരിലൊരു പെണ്ണ് കണ്ട് ആ പെണ്ണിന് ആ കുടുംബക്കാർ നല്ല തറവാട്ടുന്ന്. അപ്പോൾ കച്ചവടക്കാരനാണ് ഹാഷിം. കച്ചവടക്കാരനാണ്, പൈസക്കാരനാണ്. അങ്ങനെ എന്തായിന്നറിയോ? പിന്നെ ഈ ഹാഷിം ഈ സെൽമ എന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. പിന്നെ ഹാഷിം മക്കയിൽ വന്നു. ഹാഷിം മരിച്ചു. അപ്പോൾ പിന്നെ ഹാഷിമിൻ്റെ മക്കൾക്കൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ കണ്ട വിവരമുണ്ട്. ബാപ്പ കച്ചവടത്തിന് പോയപ്പോൾ അവിടുന്ന് ഒരു പെണ്ണ് കെട്ടിണ്ടത്രേ. അതിനൊരു കുട്ടി ഉണ്ടത്രേ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വിവരേ ആർക്കുള്ളൂ.
അബ്ദുൽ മുത്തലിബ് അല്ല, ഹാഷിമിന്റെ പറയും മനുഷ്യന്മാരെ മക്കൾക്കുള്ളൂ. അപ്പൊ ഹാഷിം മരിച്ചപ്പോൾ എന്തായിന്നറിയോ, ബാക്കിയുള്ള മക്കളിൽ പിന്നെ മുത്തലിബ് എന്നൊരു മകനുണ്ട്. മുത്തലിബ് ഒരു മകന്റെ പേരാണ്, മനസ്സിലായില്ലേ? ഹാഷിമിന്റെ മൂത്ത മകനാണ് ആര്? മുത്തലിബ് നേരെ മദീന ഏരിയയിലേക്ക് പോയിട്ട് ആ കബീല കണ്ടുപിടിച്ചു. എൻ്റെ വാപ്പ ഇവിടുന്ന് പെണ്ണ് കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, കണ്ടുപിടിച്ചു ഇളയമാനെ കിട്ടി. അപ്പൊ ഇളയമ്മ എൻ്റെ കുട്ടിയുണ്ട്, ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയാണ്. ആര്? അബ്ദുൽ മുത്തലിബ്. അപ്പ പേരില്ല, അപ്പയുടെ പേര് ഷെയ്ബ എന്നാണ്. ഷെയ്ബ. അപ്പൊ പറഞ്ഞാളമ്മ അങ്ങനെ വാപ്പ മരിച്ചു, ആയിക്കോട്ടെ, ഞങ്ങളെ കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അപ്പോ ഇളയമ്മാൻ്റെ ആങ്ങളാര് പറഞ്ഞു, പെങ്ങളെ കൊണ്ടുപോണ്ട, അവൾക്കിപ്പോൾ വാപ്പ മരിച്ചല്ലോ, ഇനിയിപ്പോൾ അവിടെ ആരാ ഉള്ളത്, നിന്റെ അനുജനെ വേണമെങ്കിൽ കൊണ്ടേക്കാം. അപ്പൊ എന്തായി, അവിടെ പിന്നെ പല വിവരമുള്ളവരുണ്ട്, കാബന്റെ അടുത്താണ്, ഇവിടെ വന്നാൽ ഒരു കാര്യമില്ലല്ലോ, അവിടെ എന്നാൽ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടും, കച്ചവടം ഉണ്ടാവും, പിന്നെ കാബന്റെ അടുത്താകുമ്പോൾ തിന്നാൻ കുടുങ്ങൂല, മനസ്സിലായില്ല? അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരൊട്ടക ഉള്ളത്, ആ ഒട്ടകപ്പുറത്ത് ഷെയ്ബയെയും കയറ്റി. ആര്? മുത്തലിബ്. മുത്തലിബ് ഹാഷിമിന്റെ മൂത്ത മകനാ. മുത്തലിബ് എന്ന് പറഞ്ഞാൽ ആരെ ഇക്കാക്ക? അബ്ദുൽ മുത്തലിബിന്റെ ഏട്ടനായ മൂത്ത ഏട്ടൻ കാക്കയാണ് ആര്? മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അല്ല, അബ്ദുൽ മുത്തലിബിന്റെ പേരാണ് എന്ത്? ഷെയ്ബ. അങ്ങനെ ഈ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മക്കയിലേക്ക് വന്ന് മക്ക അങ്ങാടിയിൽ പ്രവേശിച്ചപ്പോ ഒരു കുട്ടിയുണ്ട്. ഒട്ടകപ്പുറത്ത് മുത്തലിബ് വന്നു. മുത്തലിബിന്റെ പള്ളയെ പറ്റി പിടിച്ചിട്ട് ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ വന്നു, പറഞ്ഞു, ജാ മുത്തലിബുൻ ബിഅബ്ദിഹി. മുത്തലിബ് എവിടെയോ പോയിട്ട് അടിമക്കുട്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ മുത്തലിബ് പറഞ്ഞില്ല, ഇതിന്റെ അടിമയൊന്നുമല്ല, ഇതിന്റെ അഞ്ചൻകുട്ടിയാണ്. അല്ല. അന്ന് മുതൽ ഷെയ്ബ എന്നുള്ള പേര് മക്കയിൽ ആരും അറിയില്ല. അന്ന് മുതൽ പേര് വന്നു എന്ത്? അബ്ദുൽ മുത്തലിബ്. പുറത്ത് പറയണ്ട, ഇതാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോഴത്തിന് കുറച്ച് മുതലുള്ള കാക്കാരൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അപ്പൊ അത്ര വലിയ പൈസക്കാരനും അല്ല ആര്? അബ്ദുൽ മുത്തലിബ്. കുറച്ച് മാന്യമായ മുത്തലിബ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് ഒപ്പിച്ചു. പക്ഷെ ഭയങ്കര ഷത്താറത്ത, ഭയങ്കര കൈകാര്യം ചെയ്യാൻ യോഗ്യന ആര്? അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് പിൽക്കാലത്ത് കഅബയുടെ അധികാരം ഇവിടെ വന്നു ചേർന്നു. ചിന്തിക്കണം. അതെന്താ ഇതൊക്കെ പറഞ്ഞത്? ഇത്രയും വലിയ അരാജകത്വമൊക്കെ വാണ മക്കയിൽ സ്വാഭാവികമായും എന്തുണ്ടായി? സംസം കിണറൊക്കെ വറ്റിപ്പോയപ്പോൾ സംസം കിണർ കുഴിക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു. ആരെ? അബ്ദുൽ മുത്തലിബിനെ. 3 ദിവസം ഇത് കണ്ടു. ഉറക്കാണോ ഉണർച്ചയാണോ അറിയില്ല. ഒരാൾ വരും, സംസം കിണർ കുഴിക്കണം എന്നറിയും. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് അറിയില്ല എവിടെയാണ് സംസം, കാരണം അതിന്റെ അടയാളം ആർക്കും അറിയില്ല. പണ്ടെന്തോ ഒരു കിണർ ഉണ്ടായിരുന്നു, അത്രേ അറിയുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് ചിന്തിച്ചു, അയാൾ ഇനി വന്നാൽ പിടിക്കണം. നിങ്ങൾ 2 ദിവസം മനുഷ്യന്മാരെ കളിയാക്കി പോവല്ലേ, അതെവിടെ അന്ന് പറഞ്ഞേരി. 3 ദിവസം വന്നപ്പോൾ ഇയാൾ എന്ന് പറഞ്ഞപ്പോഴത്തേന് അബ്ദുൽ മുത്തലിബ് 2 ദിവസം പൊന്നങ്ങനെ സ്വയിപ്പാക്കണം. 3 ദിവസം ചോദിച്ചു, എവിടെയാണ് സംസം കിണർ? അപ്പോൾ പറഞ്ഞു, ഈ വന്നാള് ഖരീബം മിൻ സാവിയത്തിൽ ഹജരി, ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ഏകദേശം അടുത്തിട്ടാണ്. അവിടെ രാവിലെ ചെന്ന ഉറുപ്പ് കൂടുകൂട്ടിയ ഒരു ഏരിയ ഉണ്ടാവും, അവിടെ കുഴിച്ചാൽ മതി. ഒരു തവിട്ട് നിറത്തിലുള്ള കാക്കയെ രാവിലെ അവിടെ കാണാൻ കഴിയും, അവിടെ കുഴിച്ചാൽ മതി. അങ്ങനെ ആകെ അന്ന് അബ്ദുൽ മുത്തലിബിന് മക്കളില്ല. ആകെയുള്ള മകനാരാ? ഹാരിസിനെ ഒരു കയ്യിലൊരു കൈക്കോട്ട് കൊടുത്ത്, അബ്ദുൽ മുത്തലിബ് ഒരു കൈക്കോട്ടെടുത്ത് നേരെ വന്ന് നോക്കുമ്പോ എന്താ ഉള്ളത്? ഹുബുലു ദേവന്റെ വിഗ്രഹത്തിന്റെ ചുവട്ടിലാണ് എന്തുള്ളത്? ഈ ഉറുമ്പുകൂട്ടം. അവിടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, ഒരു ഗോത്രക്കാര്, അവരുടെ ദൈവമാണ് എന്ത്? ഹുബുലു. അപ്പോൾ പിന്നെ എന്ത്? ആ വിഗ്രഹത്തിനേക്കാൾ മാറ്റി കൊയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തെ അങ്ങാടിന്ന് ന്യൂസ് വരുന്നു, അവിടുത്തെ ഗോത്രക്കാരുടെ ഹുബുലു ദേവനെ അബ്ദുൽ മുത്തലിബ് മാറ്റിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവര് പാഞ്ഞൊന്നു തല്ലാന്. അബ്ദുൽ മുത്തലിബിനെ പിടിച്ച് തല്ലാൻ വേണ്ടി വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞില്ല, എനിക്ക് നിങ്ങളെ ദേവനാശാക്കലല്ല ലക്ഷ്യം, എനിക്കിവിടെ മാവ് സംസമുണ്ട്, അത് വയ്ക്കണം. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നടക്കൂല, അത് നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇന്നെ കൊന്നാലും ഞാൻ അത് കുഴിക്കും. ആര് പറഞ്ഞേ? അപ്പോൾ അബ്ദുൽ മുത്തലിബ് ശപഥം ചെയ്തു, റബ്ബേ, ഇന്നവരിങ്ങനെ തല്ലവരാനുള്ള കാരണം എനിക്ക് ആൺകുട്ടിയല്ലാത്തോണ്ടാണ്. എനിക്ക് ഈറ്റ പുലികളായ ആൺകുട്ടികളെ 10 എണ്ണത്തിനെ തന്നാൽ അവസാനത്തെ കുട്ടിയെ ഞാൻ കഅബയുടെ അടുത്ത് വെച്ച് നിനക്ക് വേണ്ടി അറക്കും. പെണ്ണുങ്ങളെ കൊല്ലം തന്നെ ഗർഭം ധരിച്ച്, ഒന്നിനെ പ്രസവിച്ച്, അടുത്ത കൊല്ലം ധരിച്ച്, അന്നും പ്രസവിച്ച്, ആൺകുട്ടി 10ാമത്തെ കൊല്ലം പ്രസവിച്ച്. എന്ത്?
അങ്ങോട്ടി 10ാമത്തെ കുട്ടിയാണ് അബ്ദുള്ള. മനസ്സിലാവേണ്ട പറഞ്ഞത് അതന്നെ. നമ്മൾ പറയും റസൂലുള്ളാഹിന്റെ എളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു എളാപ്പയല്ല, ഒക്കെ മൂത്താപ്പയാണ്. അമ്മ എന്നുള്ളത് അറബി ഭാഷയിൽ അമ്മിനെ മൂത്താപ്പാക്കും. എന്താ പറയുക മനസ്സിലായില്ല? അറബി ഭാഷയിൽ അമ്മ എന്ന് കണ്ടാൽ എളാപ്പാക്കല്ല, എന്തിനും പറയും മുത്താപ്പാക്കും അമ്മ പറയാം. അമ്മ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഒക്കെ മൂത്താപ്പയാ. ഹംസ റളിയല്ലാഹു അൻഹു മൂത്താപ്പയാ, അബൂ ത്വാലിബ് മൂത്താപ്പയാ, ഒക്കെ മൂത്താപ്പയാ. ഏറ്റവും അസ്ഗറുൽ ഔലാദാണ് ആര്? അബ്ദുള്ള. വയസ്സിങ്ങനെ വളർന്ന് 10-20 വയസ്സായി, നല്ല യുവാവായപ്പോൾ ഓർമ്മ വന്ന് അറക്കണം. അപ്പോൾ അറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മക്കാർ തടഞ്ഞു. ഇത്ര നല്ലൊരു ബാല്യക്കാരനെ അറക്കാൻ പാടില്ല, കാരണം അത്ര വലിയ സൽസ്വഭാവിയായിരുന്നു ഈ കുട്ടിയാര് അബ്ദുള്ള. അവസാനം അവരുടെ കൂട്ടത്തിൽ അവര് ദൂരദിക്കിൽ പോയി ഒരു വലിയ പണ്ഡിതനെ കാണാൻ തീരുമാനിച്ച് ആ പണ്ഡിതനടുത്ത് എന്നും വലിയ ചരിത്രം ഒറ്റ വാക്കൊണ്ട് തീർക്കുക വിഷയം. ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറയാണ്. ആരുടെ മുതുകിലാണ് റജബ് മാസത്തിൽ ഏത് മുതുകിൽ നിന്ന് എങ്ങോട്ട് വന്നു എന്ന് പഠിക്കണം. മനസ്സിലായോ? പറഞ്ഞത് ചിന്തിക്കണം. ഈ ബാല്യക്കാരൻ കൂടുതൽ കാലം ആമിന ബീവിയുടെ കിടപ്പറയിൽ ജീവിച്ചിട്ടില്ല. കുറഞ്ഞ കാലം ഈ വീട്ടിൽ കൂടി ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ കച്ചവടത്തിന് പോയി മരിച്ച്. ആര്? അബ്ദുള്ള എന്നവര് കിടുകിടുത്ത ബാല്യക്കാരൻ, രോഗിയല്ല, ഭയങ്കര കടുകടുത്ത കരുത്തുറ്റ യുവാവായിരുന്നു. ആര്? അബ്ദുള്ള. പക്ഷേ ഈ മുത്തഫത്തിനെ ഗർഭപാത്രത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ആർക്കുള്ളൂ? അബ്ദുള്ളക്കുള്ളൂ. കഴിഞ്ഞു, മരിച്ചു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവസാനം ഏതോ നാട്ടിലെ പണ്ഡിതനെ ചേർന്ന ഒരു ജ്യോത്സ്യന്റെ പണ്ഡിതനെ, ഒരു ഹരീഫിനെ, അയാളോട് പറഞ്ഞ് പരിഹാരമുണ്ട്, 10 ഒട്ടകത്തെ പകരം കൊടുക്കാം റബ്ബേ എന്ന് കഅബാലയത്തിന്റെ അടുത്ത് വെച്ചിട്ട് ശപഥം ചെയ്യുക, എന്നിട്ട് നറുക്കിടുക. അബ്ദുള്ള ഒട്ടകം 2 നറുക്കും കൂടി കുലിക്കുക, എന്നിട്ട് ഒരാൾ എടുക്കുക. അബ്ദുള്ളക്ക് നറുക്ക് വീണാൽ 10 ഒട്ടകത്തെ കൂടി കൂട്ടണം, 20 ആക്ക റബ്ബേ, 20 ഒട്ടകം കൊടുക്കാം. പിന്നെ നറുക്കിട. അബ്ദുള്ളക്ക് നറുക്ക് വീണാൽ 30 ആക്കണം. അങ്ങനെ 10 കൂട്ടി പോവുക. ഏതുവരെ? നറുക്ക് ഒട്ടകത്തിലെത്തുന്നത് വരെ. തിരിച്ചു വന്നു, നറുക്കിട്ടു. 10 ഒട്ടകം അബ്ദുള്ള നറുക്കണം. 20 ഒട്ടകമായി ആക്കി. ലബിഹാരനെ അറക്കേണ്ടതാരെ അബ്ദുള്ള 30 ആക്കി, അബ്ദുള്ള 40 ആക്കി, അബ്ദുള്ള 90 ആക്കി. അബ്ദുള്ള പിന്നെയും കൂട്ടി. എത്ര? 10. എത്രയായി? 100 ഒട്ടകം. അപ്പൊ നറുക്ക് പൊന്തി. എന്ത്? ഒട്ടകം. അങ്ങനെ 100 ഒട്ടകം പകരമായി ദാനം കൊടുത്തു. ആ കുട്ടിക്ക് പകരമായി സ്വർഗത്തിന് ആടിനെ കൊടുത്തെങ്കിൽ ഈ കുട്ടിക്ക് പകരമായി 100 ഒട്ടകം കൊടുത്തു. 2 നബീഹ്, 1 ഇസ്മായിൽ ജത്ത് മുഹമ്മദ്, 1 അബ്ദുള്ള വാൽദ് മുഹമ്മദ്. മനസ്സിലായില്ലേ? ഈ അബ്ദുള്ള എന്നവർക്ക് മനസ്സിലാക്കണം, അവർ രണ്ടാളും ആമിന ബിന്തു വഹബാര അറബി യുവതികളിൽ അക്കാലത്ത് ഏറ്റവും വിശുദ്ധയായ പെണ്ണാണ്. ആര്? ആമിന. 1 റബീഹ്, അള്ളാഹു തെരഞ്ഞെടുത്ത റബീഹ്. ചിന്തിക്കണം. ഒന്ന് ആമിന ബിന്തു വഹബ്. അവർ രണ്ടാളും തമ്മിലുള്ള ചേർച്ചയാണ് എന്ത്? റജബ് ആദ്യത്തെ രാത്രി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് ആ നൂറാനിയായ പ്രകാശം ആരുടെ ഗർഭപാത്രത്തിലെത്തി? ആമിന റളിയല്ലാഹു അൻഹാ. ഇതാണ് റജബ്. റജബിന്റെ രഹസ്യം. അപ്പോൾ ഭൂമി ആദ്യമായി ആരെ അറിഞ്ഞു? പറ. മുഹമ്മദ് മുസ്തഫ. അത് തന്നെ, ഇതന്നെ, അത് റജബ്. എന്താ റജബ്? മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അതെന്നാ ചിന്തിക്കണം. പിന്നെ അതങ്ങോട്ട് പോയി. പിന്നെ ആ ഭ്രൂണം വളർന്നു, റബീഉൽ അവ്വലിൽ പുറത്തു വന്നു. വീട്ടുനില ചിന്തിക്കണം. പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊല്ലമേറെ നുബുവത്ത് കിട്ടിയതിനു ശേഷം പിന്നെ എന്തുണ്ടായി? മിഅ്റാജ് ഉണ്ടായി. എന്ന് ഇതേ റജബിൽ. 1 റജബിന്റെ തുടക്കം, 1 റജബിന്റെ ഒടുക്കം. മനസ്സിലായില്ലേ പറഞ്ഞത്? റജബിന്റെ തുടക്കം 1, പിന്നെ റജബിന്റെ ഒടുക്കം 27. ഏത് മാസവും പ്രധാനമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? 27 വേറെ 27 ആണല്ലോ. ഏത്? ബഹുമാനപ്പെട്ട റമളാൻ. റമളാന്റെ 27 ലൈലത്തുൽ ഖദ്ർ ആണെങ്കിലും ആണ്, അല്ലെങ്കിലും ആണ്. അന്ന് ലൈലത്തുൽ ഖദ്ർ അല്ലെങ്കിലും ആണ്. എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദ്ർ 9 അക്ഷരാണ്. ഈ 9 അക്ഷരം ആ സൂറത്തിൽ 3 വട്ടം പറഞ്ഞു.
9 + 9 + 9 സമം 27. തിരിഞ്ഞില്ല. ഇനി ഒരു കൊല്ലത്തിൽ ലൈലത്തുൽ ഖദ്ർ 21-നാണെങ്കിലും അതിന്റെ മഖാമിൽ നിൽക്കും എന്ന് പറയും. മനുഷ്യന്മാരെ, നമ്മളെ പോലത്തെ ബുദ്ധിവിവരമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോകാം 21-ന്. മനസ്സിലായോ? പക്ഷേ നമ്മൾ എന്ന് പോയി പള്ളിയിലിരുന്നു? 27-നായാലും കിട്ടും. എന്തുകൊണ്ട്? കഴിഞ്ഞു പോയ ലൈലത്തുൽ ഖദ്റിനെ ജബർ ചെയ്യാൻ എന്ത് മതിയാവും? 27 മതിയാവും. ഏത് കാലം മുതലും 27 പ്രാധാന്യമുണ്ട്. ഖുർആൻ ഒരു കാര്യം വെറുതെ പറയൂല. ലൈലത്തുൽ ഖദ്ർ എത്ര അക്ഷര? ലാം യാ ലാം ഹ ത അൽ ഖാഫ് ദാൽ റ. എത്ര? 9 പ്ലസ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ മനസ്സിലായില്ലേ? 3 വട്ടം 9 9 9 സമം എത്ര? 27. അതും റജബിൽ 27-ന്റെ രാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന അത്ഭുതം നൽകി. ചിന്തിക്കണം. നബിയുടെ സന്തോഷം ഇവിടെ പൂർത്തിയാക്കൂല. എന്തുകൊണ്ട്? നബിയുടെ സന്തോഷത്തെ ഉൾക്കൊള്ളാൻ ഭൂമിക്ക് കഴിയൂല. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഉലാ. മിഅ്റാജിന് പോയി വരിക എന്നത് നമുക്ക് അത്ഭുതമാണ്. നബിക്ക് ഭൂമിയിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി അത്ഭുതമാണ്. പക്ഷേ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കാവുന്നതിന്റെ പരമാവധിയല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥാനം ഭൂമിയിൽ കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ ഭൂമിക്ക് കഴിയൂല. ലൗനാ സബത്ത് ഖദ്റഹു ആയാതുഹു ഇളമൻ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസലിമി. നബിയുടെ സ്ഥാനത്തിന് യോജിച്ച ഒരു മഹത്വം ഹബീബായ നബി പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല. കഴിയില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നവൻ തന്നെ വലുതാണ്. അതും റജബ്. ചിന്തിക്കണം. അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം എന്താ? പ്രധാനപ്പെട്ട പാഠം നമ്മുടെ നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ മഹാനായി അംഗീകരിച്ചത് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ്. ഏത്? റജബ്. അതുകൊണ്ട് റജബിനെ ആയാതുൽ അംബിയ എന്ന് പറയും. റജബ് മൊത്തം പെരുന്നാളാണ്. ആർക്ക്? എല്ലാ നബിമാർക്കും. എന്തുകൊണ്ട്? ഈ മഹാൻ ഭൂമിയിൽ വെളിവാകൽ റജബിലാണ് എന്ന് അറിയാത്ത ഒരു നബിയുമില്ല. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? നേരം വൈകിയോ? നേരം വൈകിട്ടില്ലല്ല. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം. ഈ മഹാൻ ഭൂമിയിൽ വരിക റജബിലാണെന്ന് അറിയാത്ത ഒരു നബിയും ഇല്ല. അതുകൊണ്ട് എല്ലാ നബിമാർക്കും യുദ്ധം ഹറാമായ മാസം 4 അതിലേറ്റേ പവിത്രമാണ് എന്ത്? റജബ്. എന്തുകൊണ്ട്? റജബില് വല്ലാത്ത ബഹുമാനാണ്. റജബിൽ ആയുധം എടുക്കൂല. ഈ യുദ്ധം ഹറാമായ 4 മാസത്തിൻ്റെ പവിത്രതകൾ പിൽക്കാലത്ത് ജനത നഷ്ടപ്പെടുത്തി പോയിട്ട് ഒന്ന് ബാക്കിയായി. നമ്മൾ ഈ എന്താ പറയുക, ഈ വിരലിൻ്റെ ഒപ്പിട്ടാൽ പോയി അവസാനം ചുഴി നിൽക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതിൻ്റെ അടയാളം തേഞ്ഞ് പോയി ഈ വിരലിൻ്റെ കുത്തിലൊരു ചുഴിയുണ്ട്. അതങ്ങനെ വാക്യം ബ്രിട്ടീഷ് കാലത്തെ ഒരു ആധാരം ഒരാൾ എനിക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ചുഴി ഇങ്ങനെ നോക്കിപ്പോയി ഞാൻ. അത് ഏതോ പണ്ട് 1883 മറ്റുള്ള ആധാര. ആ വിരലിൻ്റെ ചുഴി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ യുദ്ധമേറാമായ 4 മാസത്തിൽ 3 മാസം തേഞ്ഞു പോയിട്ട് ഒന്നുമൽ ജനങ്ങൾ പേടിച്ചു നിന്നു. അതേതാ? റജബ്. കുന്നാ മിൻ വറാഇ മുളറാ. ബുഖാരി. മനസ്സിലായില്ല? ബൈനനാ വ ബൈനക്കും ഖബീലത്ത് മുളറാ. ഒരു സംഘം ആളുകൾ മുളർ കബീലയുടെ അപ്പുറത്തുനിന്ന് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് മദീനയിൽ വരാൻ തടസ്സമാണ്. കാരണം ഞങ്ങളുടെ വഴിയിൽ മുളർ ഗോത്രം എന്നൊരു ഗോത്രമുണ്ട്. ആ ഗോത്രം നബിയോടും സഹാബികളോടും കടുത്ത വൈരാഗ്യക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാസത്തിലെ 11 മാസവും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. എന്ന് മാത്രം വരാം? മനസ്സിലാണ്ട് പറഞ്ഞത്. ഇവരൊക്കെ ആദ്യകാലത്ത് യുദ്ധം ഹറാമാക്കിയ 4 മാസത്തെയും ബഹുമാനിച്ചോടെ പിൽക്കാലത്ത് പോയി എന്തിനു പേടിയായി? റജബിനെ. ഇതിനൊരു കാര്യം മനസ്സിലാക്കാം. യുദ്ധം ഹറാമായ മാസം 4 അതിൽ ഏറെ പവിത്രത കൽപ്പിച്ചിരുന്നത് എന്തിനാ?
റജബ്. എന്താ റജബ്? ളുഹൂർ മുഹമ്മദ്. ഇതന്നെ, ഇത് മനസ്സിലാക്കണം. ഇതറിയാത്തൊരു നബിയും ഇല്ല. ഇതാണ് വെളിപ്പെടുത്തി. ഇത് വെളിപ്പെടണം. അള്ളാഹുവിന്റെ ഹബീബിനെ വെളിപ്പെടണം. ഇനി ഇതിൽ പഠിക്കാനുള്ള ചില ഈ ആയത്തൊന്നോട് നോക്ക്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇസ്രാ ആദ്യത്തെ വചനം ചിന്തിക്കണം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാത്രിയിൽ കൊണ്ടുപോയവൻ പരിശുദ്ധൻ. ചിന്തിക്കണം. ആരാ അടിമ? മുഹമ്മദ് മുസ്തഫ. എന്നടിമ? നുബുവത്തിന് മുമ്പും അടിമ. അബൂ താലിബിന്റെ യതീം എന്ന് പറയും. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു അർത്ഥമുണ്ട്. അബൂ താലിബ് എന്നാൽ എന്താ അർത്ഥം? താലിബിന്റെ പിതാവ്. ആരാ യഥാർത്ഥത്തിൽ താലിബ്? മുഹമ്മദ്. അബൂ താലിബ് നല്ലോണം ചിന്തിക്കണം. അബൂ താലിബിന് വേറെ മക്കളുണ്ടെങ്കിലും ഈ കുട്ടിക്ക് പിതാവായത് പോലെ അബൂ താലിബ് ഒരാൾക്കും പിതാവായിട്ടില്ല എന്നല്ല. ഈ ഗോത്രക്കാര് ആരും ഈ കുട്ടിക്ക് പിതാവാണെന്ന് പറയുന്നതിൽ ബഹുമാനിക്കുമായിരുന്നു, അഭിമാനിക്കും. ഒരിക്കൽ യമനിലെ രാജാവ് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടല്ലോ മുഹമ്മദ് എന്ന പേരിൽ. അപ്പോൾ മനസ്സിലായില്ലേ, ചെറിയ കുട്ടിയാണ് റസൂലുള്ള. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് ഉണ്ട്. അപ്പോൾ പറഞ്ഞില്ല, മനസ്സിലായില്ല. യമനിലെ രാജാവ് ചോദിച്ചു, ഒരു യാത്രയിൽ ഒരിക്കൽ കൊട്ടാരത്തിലെത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ അല്ലേ? ചോദിച്ചു ആരോട്? അബ്ദുൽ മുത്തലിബിനോട്. നിങ്ങൾക്കൊരു കുട്ടിയില്ലേ ഇസ്മുഹു മുഹമ്മദ്? ഉണ്ട്, എനിക്കൊരു കുട്ടിയുണ്ട്, പേര് മുഹമ്മദ് ആണ്. ഫഖാലല്ല, ഇല്ല, തക്രിബു, നിങ്ങൾ നുണ പറയാണ്. അബൂഹു ഖദ് മാത, ആ കുട്ടിയുടെ വാപ്പ മരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ കുട്ടിയല്ലല്ലോ. അപ്പോൾ പറഞ്ഞേ, എന്റെ കുട്ടിയല്ലെങ്കിലും ഞാൻ എന്റെ കുട്ടികളെക്കാൾ എന്റെ കുട്ടിയായി കൽപ്പിക്കുന്ന ബഹുമാനിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയല്ലെങ്കിലും കുട്ടിയാണ്. ബാക്കിയുള്ള മക്കളെക്കാൾ ഈ മകനാണ് എനിക്ക് മകന്. ആര് പറഞ്ഞേ? ആര്? അബ്ദുൽ മുത്തലിബ്. ഇതേ വാക്കന്നെ ആർക്കുണ്ട്? ബുഹൈറ ചോദിക്കുന്നുണ്ട്, അബൂ താലിബ് നിങ്ങൾ എന്റെ കൂടല്ല. ബുഹൈറ ചോദിക്കുന്നുണ്ട് അബൂ താലിബിനോട്. യാത്രാ സംഘത്തിന് ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു ചർച്ചില്, ഒരു ക്രിസ്തീയ മഠത്തിൽ ഭക്ഷണം ഉണ്ടാക്കി. ബുഹൈറ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുകൾ വന്നു. അപ്പോൾ ആളുകൾ വന്നപ്പോ ഈ സന്യാസി, ക്രിസ്തീയ സന്യാസി വെച്ചു, ഇതാ ആളുകളൊക്കെ വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, വന്നിട്ടില്ല, ഒരാൾ കൂടി ബാക്കിയുണ്ടല്ലോ. അപ്പോൾ യാത്രക്കാർ പറഞ്ഞു, അത് ഞങ്ങളെ കൂട്ടത്തിലൊരു കുട്ടിയാണ്, അത് അവിടെ ആ ചെരക്കിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ല, ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ കുട്ടി നിങ്ങൾ മലയിറങ്ങി വരുമ്പോൾ ആ കുട്ടിയുടെ തലക്ക് മുകളിൽ മേഘം തണലിടുന്നത് ഞാൻ കണ്ടു. ആ കുട്ടി അമ്പിയാക്കൾ വിശ്രമിക്കുന്ന മരച്ചോട്ടിൽ വിശ്രമിച്ചു. ഈ മരത്തിന്റെ ചോട്ടിൽ നബി അല്ലാത്തൊരാൾ വിശ്രമിക്കൂല എന്ന് ഞങ്ങളെ വേദത്തിലുണ്ട്. അത് കണക്കാക്കിയിട്ട് അവിടെ കാത്തിരിക്കാണ് കൊല്ലങ്ങളായിട്ട്. കുട്ടിയെ കൊണ്ടുപോയി അല്ലാതെ നിങ്ങൾക്ക് തിന്നാൻ തരൂല. മനസ്സിലായില്ലേ? കുട്ടിയെ പിടിച്ചുകൊണ്ടെന്ന് കുട്ടി എത്തിയപ്പോൾ ചോദിച്ചു, മൻ അബൂഹു, ആരെ കുട്ടിന്റെ വാപ്പ? അപ്പൊ അബൂ താലിബ് മുന്നിൽ വന്നു. അബൂ താലിബ് പറഞ്ഞു, അന അബൂഹു, ഞാനാണ് വാപ്പ. വക്കാലല്ല, നോണ പറയണ്ട. സന്യാസി പറഞ്ഞു, എന്ത്? ഈ കുട്ടിക്ക് വാപ്പല്ല. മനസ്സിലായി പറഞ്ഞത്? ഈ കുട്ടിക്ക് വാപ്പല്ല, ഈ കുട്ടി യതീമാണ്. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, അത് ശരിയാണ്, ഇതിന്റെ അഞ്ചന്റെ കുട്ടിയാണ്, പക്ഷേ ഇന്റെ മോനെ പോലെയാണ് ഞാൻ ഇതിനെ കൊണ്ടിടക്കുന്നത്. ചിന്തിക്കണം. അപ്പോൾ അബൂ താലിബ് താലിബിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ താലിബ് ആരാണ്? മുഹമ്മദ. ആ ഫഖർ നടിക്കുന്ന പിതാവ് ഈ കുട്ടിത്തത്തിന്റെ പിതാവിന എന്ന നിലയാണ് ഫഖർ നടിക്കാറുള്ളത്. താലിബ് വേറെ ഉണ്ടെങ്കിലും യഥാർത്ഥ താലിബ് ആരാ? മുഹമ്മദ്. ആരുടെ താലിബ്? ആരുടെ താലിബ്? ആരുടെ താലിബ്? അല്ലാഹുവിന്റെ താലിബ്. ബാബാ മോദൂഖീന്ന് മൊയ്തീൻ ഷെയ്ഖ് കുത്തുബായിട്ട് വന്നിട്ട് നബി കുത്തുബാകാതെ വരുമോ? നിങ്ങൾക്ക് വല്ല സോക്കടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ബാബ മുതുകിന്ന് കുത്തുബായി വരും ആര്? മൊയ്തീൻ ഷെയ്ഖ്. നബി ഇവിടെ വന്നിട്ട് പിന്നെ ലെവലാവും. അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് തന്നെയല്ലേ ഇപ്പം പറയണത്? ഞങ്ങളോട് തന്നെയല്ലേ പറയണത്? ഈ വയറിൽ നിങ്ങളോടല്ലേ?
ഒന്ന് പറയുകയാണെങ്കിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ലാന്ന് പറയും. എന്താണ് ചിന്തിക്കാതിരിക്കുന്നത്? എടോ, മുഹീദ്ദീൻ ഷെയ്ഖ് ബാബാന്റെ മുതുകിന്റെ കുത്തുപായിട്ട് നബി ബാബാന്റെ മുതുകിന്റെ കുത്തുപാകാതിരിക്കോ? നബി ബാബാന്റെ മുതുകിന്നല്ല, വുജൂദിലെ ഖുതുബുൽ അഖ്താബാണ്, സയ്യിദുൽ അംബിയാണ്. ആര്? അപ്പോൾ ആരാ ത്വാലിബ്? യഥാർത്ഥ ത്വാലിബ് ആരാ? മുഹമ്മദ്. അതാണ് അബ്ദിയത്ത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. പൂർത്തിയായ അടിമ. ഖുർആനിൽ പൂർത്തിയായ വേറൊരു അടിമയുമില്ല. മുത്തലഖായി അബ്ദ് എന്ന പേര് ഖുർആൻ ആർക്കും പറഞ്ഞിട്ടില്ല, ഇല്ലാലി മുഹമ്മദിൻ. അബ്ദ് എന്ന പേര് ഖുർആനിലുണ്ടെങ്കിൽ മുഹമ്മദിന് വേറൊരാൾക്കില്ല. വേറൊരാളെ പേരിൽ അബ്ദ് എന്ന് പറഞ്ഞാൽ ഉടനെ വ്യാഖ്യാനിക്കും. പറഞ്ഞു സക്കരിയ. എന്തുകൊണ്ട്? അബ്ദിയത്തിന്റെ കമാലിയത്ത് സക്കരിയയിൽ ഇല്ലാത്തത് കൊണ്ട് മുത്തലഖ് അബ്ദ് എന്ന് പറഞ്ഞാൽ ആര് വെളിവാകൂല? സക്കരിയ വെളിവാകൂല, പേര് പറയും. ഖിളറിനെ പറ്റി പറഞ്ഞു കൊടുത്ത അബ്ദ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൊടുത്തു മിൻ ഇബാദിനാ. എന്നാൽ മുസ്തഫ നബിയെ പറയില്ല, ഇങ്ങനെ വ്യാഖ്യാനല്ല. എന്തുകൊണ്ട്? അബ്ദ് എന്ന് പറഞ്ഞാൽ ആരാണത്? ആരാണത്? സമ്പൂർണനായ അടിമ. ആരാ? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ സമ്പൂർണനായ അടിമയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എല്ലായിടത്തും അബ്ദ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ അബ്ദൻ മിൻ ഇബാദിനാ. പൂർണ്ണനായ അടിമ. പൂർണ്ണനായ പടച്ചോന് പൂർണ്ണനായ അടിമയെ കൊണ്ടുപോകാം, പൂർണ്ണനല്ലാത്ത അടിമയെയും കൊണ്ടുപോകാം. പക്ഷേ അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ടാണ് ഈ കൊണ്ടുപോണത്. അടിമയുടെ പൂർണ്ണത ലഭിച്ചപ്പോൾ അടിമയെ ആര് കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ഉടമക്കാരൻ. അപ്പോൾ പിന്നെ മേറാജിൽ ഡൗട്ടാക്കണ്ട. എന്തുകൊണ്ട് ഡൗട്ടാക്കണ്ട? അടിമ പോയിട്ടില്ല. അടിമ പോയിട്ടില്ല. മനസ്സിലായില്ല? അടിമ പോയിട്ടില്ല. ഉടമക്കാരൻ ഉടമക്കാരൻ കൊണ്ടുപോയി. കൊറോണ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇന്നെ വിളിച്ചൊന്ന് സങ്കല്പിക്ക്. കാസിമി, നിങ്ങൾ നാളെ രാവിലെ ഇതാ എത്രാം തീയതി? നാളെ ഒന്ന് പറയും മനുഷ്യന്മാരെ, ആദ്യെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാരെ. എത്ര? മാർച്ച് 8 നിങ്ങൾ നാളെ രാവിലെ ഉച്ചമാവുന്നതിന് മുമ്പ് വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ എത്തണം. അപ്പോൾ വിളിച്ചു. പറ്റൂല. എന്തുകൊണ്ട്? അങ്ങനെ അങ്ങോട്ട് ഫ്ലൈറ്റ് പോണില്ല, അതുകൊണ്ട് വിളിച്ചു. പക്ഷേ പോകാൻ കഴിയൂല. കൊണ്ടുപോയാലോ പ്രശ്നമില്ലല്ലോ. വാഹനം നോക്കേണ്ട ആവശ്യമില്ല, എങ്ങനെ പോകുന്ന നോക്കേണ്ട ആവശ്യമില്ല. ഇത് പോയതല്ല, കൊണ്ടുപോയതാണ്. കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആയത്തിറങ്ങിയപ്പോൾ പോയതെങ്ങനെ മേപ്പെട്ട് നോക്കി മൂക്ക് വിരൽ കയറ്റി അങ്ങനെ ഇരുന്നു. കുറച്ച് മാപ്പിളാരുള്ള നാട്ടിൽ അന്തണ്ടാവൂല. ആ ജാതി പ്രസംഗിക്കുന്ന കുറച്ച് മൗലവിമാര് നിങ്ങളൊക്കെ ചതിച്ചു. മൗലവിമാർക്ക് പഠിച്ച ബുദ്ധി കൊടുത്തില്ല. എന്താണ് ഈ പറയുന്നത്? ഈ മനുഷ്യന്മാര് ചിന്തിച്ചില്ല. അങ്ങനെ എന്നത് ഞാൻ അറിയും. മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നല്ലാതെ ഈ വിഡ്ഢികൾക്ക് ഖുർആൻ മനസ്സിലായില്ല. അവരെ ക്ലാസ് പോയിരുന്നാൽ ഈമാൻ കിട്ടൂ. നിങ്ങൾക്ക് പോയിരിക്കണമെങ്കിൽ ഇരുന്നാലിട്ടാ. എനിക്ക് നിങ്ങൾ ഇരിക്കാത്തത് കൊണ്ട് പ്രത്യേക ലാഭമൊന്നുമില്ല. തല കൊടുത്ത് ചിന്തിക്കണം.